വ്യാജ ഉത്പന്നങ്ങൾ വിറ്റഴിച്ച തമിഴ്നാട് സ്വദേശി പോലീസ് പിടിയിൽ. ചെങ്കോട്ട സ്വദേശി രവീന്ദ്രനെയാണ് പുനലൂർ എസ്ഐ KS ഗോപകുമാർ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ 10 വർഷമായി മാത്ര നിരപ്പത്ത് വാടക വീട്ടിൽ താമസിച്ച് കച്ചവടം നടത്തി വരികയായിരുന്നു രവീന്ദ്രൻ. വാടക വീട് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ വ്യാജമായി നിർമ്മിച്ച സിഗരറ്റ്, ബാൻഡെയ്ഡ്, വിവിധ ഇനം മരുന്നുത്പന്നങ്ങൾ എന്നിവ പിടിച്ചെടുത്തു. പാൻ മസാലയാണ് പ്രധാനമായും ഇയാൾ കച്ചവടം നടത്തുന്നത്. എല്ലാ ഞായറാഴ്ചയും രാത്രി തമിഴ്നാട്ടിൽ നിന്ന് ഉത്പന്നങ്ങൾ ഇവിടെ എത്തിച്ച് തൊട്ടടുത്ത പകൽ കൊണ്ട് വിറ്റഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പുകയില ഉത്പന്നങ്ങൾ പിടിച്ചെടുക്കാൻ സാധിച്ചില്ലെന്ന് പോലീസ് അറിയിച്ചു. വർക്കല, നെടുമങ്ങാട് ഭാഗങ്ങൾ കേന്ദ്രീകരിച്ചാണ് കച്ചവടം. വ്യാജമായി നിർമ്മിച്ച 1000 പാക്കറ്റ് സിഗരറ്റാണ് പിടികൂടിയത്. ഇതിന്റെ കവറിന് പുറത്ത് നിയമാനുസൃതമായ മുന്നറിയിപ്പോ കമ്പനിയുടെ പേരോ വിവരങ്ങളോ രേഖപ്പെടുത്തിയിട്ടില്ല. വ്യാജമായ ചില കുറിപ്പുകൾ മാത്രമാണ് ഉള്ളത്. തമിഴ്നാട്ടിൽ നിന്ന് 4 രൂപയ്ക്ക് വാങ്ങുന്ന ഒരു പാക്കറ്റ് സിഗരറ്റ് 10 രൂപയ്ക്കാണ് ചില്ലറ വിൽപ്പനക്കാർക്ക് നൽകുന്നത്. അവർ സിഗരറ്റ് ഒന്നിന് 3 രൂപ വെച്ച് വിൽക്കും. കടയുടമകളും വിതരണക്കാരനും തമ്മിലുള്ള ധാരണയുടെ മേലാണ് ഈ തട്ടിപ്പ്. തമിഴ്നാട്ടിൽ നിന്ന് ടുബാക്കോ പ്രൊഡക്ട്സ്, സിഗരറ്റ്, പാൻപരാഗ് പോലുള്ള ഐറ്റംസ് ഇവിടെ കൊണ്ടുവന്നിട്ട് വർക്കല, കോവളം, നെടുമങ്ങാട് മുതലായ ഏരിയകളിൽ വെളുപ്പാൻ രാവിലെ വണ്ടിക്കകത്ത് കൊണ്ടുപോയി കൊടുക്കുന്നു എന്നുള്ളൊരു വിവരം കിട്ടിയ അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടത്തിയത്. റെയ്ഡ് അധികം പാൻപരാഗൊന്നും കിട്ടിയില്ല. അതിന്ന് രാവിലെ കടത്തിക്കൊണ്ട് പോയെന്നറിയാൻ കഴിഞ്ഞു. പക്ഷേ ഈ സാധാരണ വിപണിയില്ലാത്ത, അതിൻ്റെ പുറത്ത് മറ്റ് മാനുഫാക്ചറിങ്ങിൻ്റെ മറ്റ് കമ്പനിയുടെ പേരോ ഒന്നുമില്ലാത്ത, ഒറ്റനോട്ടത്തിൽ തന്നെ വ്യാജമെന്ന് തോന്നിക്കുന്ന കുറേ സിഗരറ്റുകളാണ് ഇപ്പം റെയ്ഡിൽ നിന്ന് സീസ് ചെയ്യാൻ പറ്റിയത്. പ്രതിയെ കസ്റ്റഡിയിലുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ.